ഉത്തർപ്രദേശ് ദില്ലി അതിർത്തിയായ നോയിഡയിൽ കർഷകരുടെ സമരം റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോഴാണ് ഇത്തരത്തിലൊരു ഉപകരണം കാണുന്നത്. ഇതൊരു സാമൂഹിക ബന്ധത്തിൻ്റെ പരിച്ഛേദമായി നമ്മൾ കാണുകയാണ്. കൂട്ടമായി ഇരുന്ന് പ്രായമായവർ പുരുഷന്മാർ ഇങ്ങനെ ഹുക്ക വലിക്കുകയാണ്. ഈ ഹുക്ക എന്നുള്ളത് പലയിടത്തും പല രൂപത്തിലാണിത് നിർമ്മിക്കുന്നത്. ഇവിടെ ഇത് ഒരു ഗ്രാമം തന്നെ ഈ കർഷക സമരത്തിനിടെ പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിനിടെയാണ് ഇങ്ങനെ ഹുക്ക വലിക്കുന്ന വയോധികരെ കൂടി നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് വളരെ കൗതുകമാണ്. ഇതിനുള്ളിൽ വെള്ളമാണെന്ന് പറയുന്നു. ഇതിനുള്ളിൽ പുകയില നിക്ഷേപിച്ചിട്ടുണ്ട്. അത് കത്തിയാണ് പിന്നീട് പുക വലിക്കാനുള്ള സാഹചര്യം, അതിലേക്ക് പുക വലിക്കാനുള്ള വായു എത്തുന്നതെന്നാണ് അറിയുന്നത്. ഏതായാലും ഇവരോട് ചോദിക്കാം, ये कैसा बनेगा? कैसे बनेगा? ऊपर वाला जो हिस्सा है ये चिलम, ये कुम्हार बनाते हैं मिट्टी से, ये कुम्हार का बनाया हुआ। और नीचे वाला फैक्ट्री में बनता है, इंडस्ट्री है इसकी अलग से, वो सब बनता है. ये मिट्टी ഇത് മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മിട്ടിയെ ये फैक्ट्री में, ഇത് ഫാക്ടറിയിൽ നിന്ന് നിർമ്മിക്കുന്നത്, ഇത് മണ്ണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ये इसमें क्या क्या डालेगा? इसमें पहले डालेंगे चुगल होती है चुगल मिट्टी में फिर उसके ऊपर तम्बाकू टोबैको फिर उसके ऊपर एक ठेकरा फिर ऊपर आँच. അതായത് ഇത് വളരെ കൗതുകമാണ്. ഈ മിട്ടി ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ പാത്രത്തിൻ്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയ മണ്ണിൻ്റെ ഒരു അടപ്പ് വയ്ക്കും. അത് ദൃശ്യങ്ങൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഉർക്കടവ് അത് കാട്ടിത്തരും. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയ മണ്ണിൻ്റെ ഒരു ചെറിയ അടപ്പുണ്ടാകും. അത് വെക്കും. അതിന് മുകളിൽ പുകയില നിക്ഷേപിക്കും. പുകയിലയ്ക്ക് മുകളിൽ വീണ്ടും ഒരു അടപ്പ് കൂടിയുണ്ട്, മണ്ണിൻ്റെ അടപ്പ് കൂടി ഉണ്ടാകും. അതിന് മുകളിൽ തീ വെക്കുമെന്നാണ് പറയുന്നത്. തീ തന്നെ ചാണകം കൊണ്ടുണ്ടാക്കിയതാണ്. ചാണകം ഉണക്കിയെടുത്ത് അത് തീ പിടിപ്പിച്ച് വെക്കുകയാണ്. ഇതിൽ ഇങ്ങനെ തീ ഇറങ്ങും. ഇതിൻ്റെ താഴ്ഭാഗത്ത്, ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് വെള്ളമാണ്. ഈ പുകയും വെള്ളവും ചേർന്ന് ഇതിലൂടെ വായു പുറത്തേക്ക് വരും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും കൈസേ യൂസ് കരേगा, ഇസ്തിമാൽ കൈസേ इसको तैयार करके चिलम को तंबाकू और आग रख करके और उसके बाद में ये जब गर्म हो जाएगा, धुआं निकलेगा तो पीना शुरू करेंगे. पीना शुरू कैसे? हाँ, खींचेंगे, सांस से खींचेंगे अंदर की तरफ, तो धुआं अंदर जाएगा. तो इस तरह से पिया जाता है. एक बूढ़ा आदमी फसली नहीं, बूढ़ा नहीं, हाँ, जो शुरुआत होगी वो पहले बड़ा आदमी लेगा उसको, जो उम्र में बड़ा है वो पहले स्टार्ट करेगा. ഇത് വേറൊരു രീതി കൂടിയുണ്ട്. ഇങ്ങനെ ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് കണ്ടു, ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ആദ്യം വലിക്കുക ഏറ്റവും കൂട്ടത്തിൽ പ്രായമുള്ള ആളാണ്. അത് ഇദ്ദേഹമാണ്. ക്യാ നാം ആപ്കാ? मेरा नाम संतराम प्रधान. സന്ത്രം പ്രധാൻ. ഇദ്ദേഹമാണ് ഏറ്റവും പ്രായമുള്ള ബഡാ ഉംർ വാല. ഈ ഇദ്ദേഹമാണ് ആദ്യം വലിക്കുക. അതിനുശേഷമേ മറ്റുള്ളവർക്കും. എല്ലാവരുടെ വീട്ടിലും ഇതുപോലുള്ള ഒരു ഹുക്ക ഉണ്ടാകും എന്നാണ് പറയുന്നത്. कमाई कितने कीमत कितने है इसका? कीमत इसकी 2000 से लेकर 10,000 रुपये तक. लाख तक भी है. 2000 മുതൽ 10,000 വരെയാണ് ഇതിൻ്റെ സാധാരണ വില. അത് 1 ലക്ഷം വരെ, 1 ലക്ഷം 2 ലക്ഷം രൂപയ്ക്കൊക്കെ സാധനങ്ങളുണ്ട്. പക്ഷേ സാധാരണ ഒരു 5000 രൂപയ്ക്കൊക്കെയാണ് ഇതിൻ്റെ വില. നമുക്ക് സാധനം കടകളിൽ നിന്ന് വാങ്ങാനാകുക എന്നാണ് ഇവർ പറയുന്നത്. മറ്റൊന്ന്, സ്ത്രീകളും ഇത് വലിക്കും. 20 വയസ്സ് കഴിഞ്ഞാൽ പുരുഷന്മാർ ഇത് വലിക്കും, കുട്ടികൾക്ക് കൊടുക്കില്ല. സ്ത്രീകളും ഇത് വലിക്കും. സ്ത്രീകൾക്ക് ഇതിനു വേണ്ടിയുള്ള ചെറിയ സാധനം, ഇതിനുള്ള ചെറിയ ഉപകരണ ഹുക്കകൾ വീടുകളിൽ സൂക്ഷിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും ചൂടുകാലത്ത് ഇതൊക്കെയാണ് ഇവർക്ക് ആശ്വാസം. ഈ ഉപകരണം നമ്മൾ കൗതുകത്തിന് കണ്ടപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്തൊക്കെയെന്ന് മനസ്സിലാക്കേണ്ടത്. ഉരുട്ടി കൊണ്ടുപോകാൻ കഴിയുന്ന സാധനമാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റി കൊണ്ടുപോകാൻ കഴിയും. മാത്രമല്ല ഇതിങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ വളഞ്ഞിരുന്ന് ആളുകൾക്ക് വലിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം എന്നതും കൗതുകം ഊറുന്നതാണ്. നോയിഡയിൽ നിന്നും, ഈ സമരം നടക്കുന്ന സ്ഥലത്ത് നിന്നും, ഉത്തർപ്രദേശ് ദില്ലി അതിർത്തിയായ നോയിഡയിലാണ് സമരം നടക്കുന്നത്. അവിടെ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഉർക്കടവിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡ്, ഇൻ റിപ്പോർട്ടർ ദില്ലി.